ഇത് ശരിക്കും സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? ഏത് സിനിമയുടെ പ്രൊമോഷൻ? കംഫർട്ടല്ല. ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ് ഉണ്ടാവില്ല നമുക്ക് ലൈഫിൽ ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലാവത്തില്ലേ. പിന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പം പെട്ടെന്ന് എനിക്കത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു സാറിന്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ കൂടെ ആരായിരിക്കണം എന്ന് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ദുൽഖർ ആയിക്കോട്ടെ. ദുൽഖർ. സത്യം സാറ് തന്നെ അതും പറഞ്ഞിട്ടുള്ളത്. നിന്നെ സുഖമായിട്ടൊരു 85 വയസ്സുള്ള ആളും ആക്കാൻ പറ്റും. എന്റെ ഫീച്ചേഴ്സ് ഒക്കെ അങ്ങനത്തെയാണ്. എല്ലാ മൂവീസിലും നല്ല എഫേർട്ട് എടുക്കും. പക്ഷെ ചേച്ചി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള മൂവി ഏതാണ്? പടവെട്ട്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അതാ അങ്ങനെ ആയല്ലോ. എങ്കിലും ഞാൻ മാറ്റി പിടിക്കുന്നുണ്ട്. മാറും വേറെ വേറെ ലെവലില്. ആയിട്ടുള്ള ആള് പിന്നെ കാശ് കൊടുത്ത് അടി വെച്ച പടി എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനത്തെ കളിയൊന്നും. ഞാൻ ഭയങ്കര സീരിയസാ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. എൻ്റെ പേര് മെഹൻ ആൻഡ് യു ആർ വാച്ചിങ് കളർഫുൾ സ്റ്റോറീസ്. കളർഫുൾ സ്റ്റോറീസിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു കില്ലാടിയാണ്. ഞാൻ പ്രകാശൻ, പടവെട്ട്, അങ്ങനെ ധാരാളം സിനിമയിലൂടെ നമുക്ക് ഏറെ ശ്രദ്ധേയമായ രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. കൊച്ചിക്കാരിയാണല്ലേ? അല്ല, കൊച്ചിക്കാരിയല്ല, കോട്ടയംകാരിയാണ്. കോട്ടയംകാരിയാണ്. അപ്പം ദുബായിലായിരുന്നു, ഇപ്പം ഇവിടെ ഹരിപ്പാട് സെറ്റിൽ ചെയ്തേക്കാണ് അല്ലേ? അപ്പം ഞാൻ കേട്ടു സത്യൻ സാർ പറഞ്ഞു മലയാള സിനിമയ്ക്ക് ചേച്ചിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്? അതെ, അത്രയും വലിയൊരാളെ അങ്ങനെ പറഞ്ഞപ്പോ അവിടെ നിന്നാ സിനിമകൾ കിട്ടില്ല. അപ്പൊ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ എന്നാൽ അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാന്ന് തോന്നി. അതുകൊണ്ടാണ് ദുബായിൽ ചേച്ചി വർക്കിംഗ് ആയിരുന്നു? അത് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നേഴ്സായിരുന്നു അല്ലേ? ഓ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, 2 കുട്ടികൾ, ചേട്ടനൊരു അമ്മയുണ്ട്, പിന്നെ എനിക്ക് അമ്മയച്ഛനും ആങ്ങളെയും. എല്ലാരും ഹരിപ്പാടാണ്. കോട്ടയത്തു നിന്നൊക്കെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ചേച്ചി കേട്ട് മടുത്ത കാര്യമായിരിക്കും. ചേച്ചി ഇപ്പൊ മൂവീസിലായാലും നേരിട്ടും ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് കേട്ട് മടുത്ത ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതെനിക്ക് സന്തോഷമാണ്. ആണ്, നേരിട്ട് ഭയങ്കര യങ്ങാണ്. കാരണം അതാണ് എല്ലാവരും പറയുന്നത്. അതെ, സിനിമയിൽ കാണുന്ന പോലെ അല്ല എന്ന് പറയുമ്പോ അത് ശരിക്കും സന്തോഷമാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഭയങ്കര സ്റ്റൈലായിട്ട് സിനിമയിൽ വന്നിട്ട് നമ്മൾ നോർമലി കാണുമ്പോഴും ഇത് സിനിമയിലുള്ള അങ്ങനെയല്ലേ? അതെ അതെ, ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളതും എന്താ പറയാ, എന്റെ ലുക്ക് അറിയാലോ സിനിമയിൽ. അപ്പൊ ഇങ്ങനെ കാണുമ്പോ പറയുമ്പോ സന്തോഷാണ്. പൊതുവെ എല്ലാരും പ്രായം കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടാണ്. അപ്പൊ ചേച്ചി പ്രായം കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. അതെന്താ സംഭവം? അല്ല, അത് പക്ഷെ എനിക്ക് സത്യം സാറ് തന്നെ അതും പറഞ്ഞിട്ടുള്ളത്. നിന്നെ സുഖമായിട്ടൊരു 85 വയസ്സുള്ള ആളും ആക്കാൻ പറ്റും. എന്റെ ഫീച്ചേഴ്സ് ഒക്കെ അങ്ങനത്തെയാണ്. അത് ഏത് മൂവിയുടെ ഇത് വേണ്ടിട്ടായിരുന്നു? ഇപ്പം ഞാൻ പ്രകാശനില് തന്നെ സാറ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പം ഞാനൊരു ജീൻസും ടീഷർട്ടും ഇട്ടുണ്ടാ പോയത്. അപ്പൊ സാറ് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പോയപ്പോ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോ സാർ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇയാള് തന്നെയാണോ അയാളെന്നൊക്കെ. അപ്പൊ അയ്യോ, ഇന്നലെ കണ്ട ആളല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് മാനോട് പറഞ്ഞതും ഒരുപാട് നരയൊന്നും ഇടരുത്, അല്ലാതെ തന്നെ ഒരു നിഖിലയുടെ അമ്മയാണെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പാണ്ഡ്യൻ സാറായിരുന്നു അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു. പിന്നെ അന്നപ്പോഴാണ് സാറ് പറഞ്ഞത്, നിനക്ക് ഇനി എത്ര അതൊരു അനുഗ്രഹമാണ് ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് ചേഞ്ച് ആകാൻ പറ്റുന്നത്. ഇനി ഏതൊരു ലുക്കിലോട്ട് മാറിയാലും പെട്ടെന്ന് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ കേട്ടു വിജയുടെ അമ്മൂമ്മയാവാനൊക്കെ താല്പര്യമുണ്ട്. ഇപ്പൊ എല്ലാവരും നായികയാവണം എന്ന് പറയണു, അമ്മയാവണം എന്ന് പറയണു. അപ്പൊ ചേച്ചി അതുകൊണ്ട് അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റി ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഹീറോയിനൊക്കെ എല്ലാരും നായിക എന്നൊക്കെയാ പറയുന്നത്.
അല്ല അതെന്നാന്ന് വെച്ചാൽ ആ സിനിമയിൽ ആ അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. വിജയുടെ ഉമ്മ കിട്ടാൻ. അല്ല അന്ന സമയത്ത് ആ. അപ്പൊ ഞാൻ പക്ഷെ ആ അമ്മൂമ്മയായിട്ട് ആരെങ്കിലും കിട്ടിയാ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ചേച്ചി തുടങ്ങുന്ന മുമ്പായിരുന്നോ? ആ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ്. ഓക്കെ. അപ്പൊ ചേച്ചി ഇപ്പൊ കുറെ മൂവീസ് ചെയ്തു. അപ്പം എല്ലാ മൂവീസിലും നല്ല എഫേർട്ട് എടുക്കും. പക്ഷെ ചേച്ചി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള മൂവി ഏതാണ്? അത് ഓഫ് കോഴ്സ് പടവെട്ട്. പടവെട്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പടവെട്ടില് പശുവിനെ കറക്കാനത് പഠിക്കാൻ വേണ്ടിട്ട് പശുവിനെ വാങ്ങി പിന്നെ ഒരു ഫാം ഒക്കെ ആയി എന്നൊക്കെ. അതിനെപ്പറ്റി എന്താണ്? നല്ല രീതിയിലൊക്കെ പാമ്പ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. ആണോ? ഇപ്പൊ ഇല്ല, ലാസ്റ്റ് ഒരു 3-4 മാസം മുമ്പ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പശുവും കൊടുത്തു. എല്ലാത്തിനും കൊടുത്തോ? ഇപ്പൊ ഫാം മാത്രമുണ്ട്. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ രജനീകാന്തിന്റെ കൂടെ മൂവി ഉണ്ടെന്ന്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് നമ്മുടെ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ജ്ഞാനവേലില്ലേ, നമ്മുടെ ജയ്ബീമിന്റെ ഡയറക്ടർ, അവരുടെ അവിടെ നിന്ന് വിളിച്ചപ്പം എനിക്ക് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് തമിഴ് സിനിമ. തമിഴ് ഫസ്റ്റ് മൂവിയാണോ? അതെ. അപ്പോ എനിക്കിങ്ങനെ എന്താ പറയാ, അത്രയും ആഗ്രഹിച്ചിട്ട് വിളിച്ചപ്പോ രജനീകാന്ത് സാറിന്റെ പടം, അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ചെന്നപ്പം അധികമൊന്നുമില്ല, ഒരു ചെറിയ 4 സീൻ ഉള്ളൂ. പക്ഷെ സാറുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിലെ അത്രയും അമ്മവേഷം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ സാധാരണ ക്യാരവാനിൽ തന്നെ ഡ്രസ്സ് മാറി അങ്ങനെ അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ എന്നെ അവിടുന്ന് അകത്ത് ആരോ വിളിച്ചപ്പോഴേക്കും ഞാൻ ലൊക്കേഷനിലോട്ട് പോയപ്പോൾ ഡയറക്ടർ സാറൊക്കെ എന്നെ കാണുന്ന ജീൻസിലും ഇതിലും ഒക്കെ. അപ്പൊ പുള്ളിക്കാരനോട് ரொம்ப വ്യത്യാസമാ இருக்கு, അടയാളമേ തരില്ല അങ്ങനെ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ രജനീകാന്ത് സാറും മഞ്ജു ചേച്ചി അവര് ഷോട്ടെല്ലാം ഇതാക്കി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഞാൻ ചേച്ചി ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ രജനീകാന്ത് സാറ് ആരോടോ ഇങ്ങനെ വർത്താനം കൊണ്ടിരിക്കായിരുന്നു. ഇങ്ങനെ നിൽക്കും. അപ്പൊ പെട്ടെന്ന് എനിക്കത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു സാറിന്റെ. അപ്പൊ ഞാൻ എന്നാ ചെയ്യണ്ട എനിക്കറിയാം. സാർ മുടിഞ്ചിരിച്ചു, ഞാൻ കിളമ്പുറ. ഓക്കെ അങ്ങനെ. ഫഹദിക്കില്ല മൂവിയില്? ഉണ്ട്. എന്ത് ക്യാരക്ടറാണ് അതില്? സാറിന്റെ കൂടത്തിൽ തന്നെ ഉള്ള ഒരു റോളാണ്. ചേച്ചി ഇപ്പം കുറെ അമ്മ റോൾസ് ആയി ചെയ്യുന്നു. അപ്പം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അതാ അങ്ങനെ ആയല്ലോ. എങ്കിലും ഞാൻ മാറ്റി പിടിക്കുന്നുണ്ട്. മാറും വേറെ ലെവലില് ആയിട്ടുള്ള ആള്. പിന്നെ ഓക്കെ, ഇനി അപ്കമിങ് മൂവി പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പം 28-ന് ഇപ്പം മറ്റേ കുണ്ടലപുരാണം ഇറങ്ങുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഏതൊക്കെ മൂവീസ് ആണ് ഇനിയിപ്പോ വരാനുള്ളത്? പിന്നെ ജൂലൈ 5-ന് നമ്മുടെ കനകരാജ്യം റിലീസാവും. പിന്നെ റിലീസാവാനായിട്ട് രണ്ടായാമുണ്ട്. അതാരുടെ മൂവിയാ? അത് സ്വാസിക, ധ്രുവൻ ഒക്കെ ഉള്ള പടം, ഗൗതം കൃഷ്ണ അത്. പിന്നെ എന്റെ പേരിന ചേരയുണ്ട്. ചേരയൊക്കെ ഇനി എപ്പോഴാന്ന് അറിയത്തില്ല. പിന്നെ വികാരം. പിന്നെ വേറെ ഇപ്പൊ ഒരെണ്ണം ചെയ്തായിരുന്നു, അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിലുള്ള ഒരെണ്ണം ചെയ്തു. അതിലൊക്കെ ചെറിയ സാധനം റോളാണ്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവൂലേ? ചേച്ചിയുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രോമാസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിരിക്കല്ലേ, ട്രോമയാ ചോദിച്ചത്. ഇത് ശരിക്കും സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? ഏത് സിനിമയുടെ പ്രൊമോഷൻ? കുണ്ടലപുരാണം. അപ്പൊ അത് ചോദിച്ചാ പോരെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ടല്ലോ. ഇല്ല, ചോദിച്ചു. ചോദിക്കണ്ട. സോറി ചേച്ചി. ചേച്ചിക്ക് പറഞ്ഞ കംഫർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംഫർട്ടല്ല. ചേച്ചി ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ് ഉണ്ടാവില്ല? നമുക്ക് ലൈഫിൽ ഒരുപാട് പേർക്ക്, നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലാവത്തില്ലേ? പിന്നെ
ട്രോമ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാവരുടെ ലൈഫിലും ട്രോമാസ് ഉണ്ട്. ചോദിക്കണ്ട, മഞ്ജുനെ വിളിച്ച്. മഞ്ജുനെ വിളിച്ച്. ആ ചേച്ചി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സോറി. പോണോ അതോ? ചേച്ചി സോറി ചേച്ചി. ഇല്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി. കാച്ചിൽ എന്ന് പറഞ്ഞ സോങ് ആണ് വൈറലായത്. അത് ആ സോങ് എങ്ങനെയാ വൈറലായത്? സോറി ചേച്ചി. സോറി. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? അല്ല, ഫസ്റ്റ് അല്ല, 2 ചെയ്തിട്ടുണ്ട്. എന്നാലും ചോദ്യം കേട്ട ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലെയാണ്. സോറി ചേച്ചി. പേടിച്ചോ? ചെറുതായിട്ട് വേണ്ടായിരുന്നു. ഇനി പറ്റത്തില്ല. ചെറുക്കന്മാരെന്നെ നോക്ക്, ഇവിടൊക്കെ ചൂടായി. അയ്യോടാ പാവം വെച്ച്. ഇതിന് ഞാൻ അതുകൊണ്ട് പറഞ്ഞ അതിനെ കണ്ടാലും ചോദിക്കാൻ പോലും തോന്നില്ല. ആൾക്കാരിപ്പൊ എന്നെ ചീത്ത പറയും. ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയാ. ഇനി എന്താ ചോദിക്കാം? ആൾക്കാർ ഇവിടെ ആരും അവളങ്ങോട്ട് വന്നതേ ഉള്ളു. അതിനിപ്പോ ആ കൊച്ചിനെ പേടിപ്പിച്ചു കണ്ടില്ല. ആൾക്കാർ എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞു ഇവരോട് വേണ്ട 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 ചോദിക്കണ്ട, വേണ്ട, ആ കൊച്ചിനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടത്. എന്താ നീ സിനിമയിൽ കയറി കേട്ടോ. പാവുട്ടി ചുമ്മാ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, നേരത്തെ സെഗ്മെന്റ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സെഗ്മെന്റ്. അപ്പൊ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും, ചേച്ചി ചെയ്തിട്ടുണ്ടോ, വല്ലവരുടെ ബ്രഷ് എടുത്ത് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അല്ലല്ല, തുടങ്ങാം. പബ്ലിക് പ്ലേസിൽ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടോ? നൈസായിട്ട് പോയിട്ടുണ്ട്. എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് ടൗണിലാണെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താ. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വീണത്? ഇല്ല, എന്നെ ഒരു കാര്യം എന്നറിയോ, ഞാൻ വീണാലും മറ്റുള്ളവർ വീണാലും ഞാൻ ചിരിക്കും. ഞാൻ വീണെടുത്ത് കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഞാനങ്ങനെ. അടുത്തത്, സാധനങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടോ? അതേ ഉള്ളൂ, എപ്പോഴും. എന്റെ അമ്മയ്ക്കൊക്കെ പേടി എന്റെ കയ്യിലെ സാധനം. മോനെ അത് കയ്യിലിരിപ്പുണ്ടേ, മോനെ മോനെ മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. മിക്കവാറും പേഴ്സ്. അതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ. അന്ന് ആദ്യം പുതിയൊരു കടയായിരുന്നു. ചെന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്ത് അവന്റെ വാതിലിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു. എന്നിട്ട് കുട എടുക്കാണ്ട് ഞാനിങ്ങനെ പോകുന്നു. ഇതുവരെയും കിട്ടിയിട്ടില്ല. അവര് വിളിച്ചു പറഞ്ഞു, പക്ഷെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്റെ റെഡ് കൂടെയായിരുന്നു. അത് അല്ല, വേറെ ആരാണ്ടൊക്കെ അവരുടെയാന്ന് പറയുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, KSRTC ബസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ഓക്കെ, വാട്സാപ്പിൽ 10-ലധികം ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല? ഇല്ല, 1-2. 10 കൂടുതലില്ല. ഇല്ല ഇല്ല. ആരെയാ ബ്ലോക്ക് ചെയ്തത്? ഈ സിനിമയുടെ ഒരു എനിക്കിപ്പം നിലവിൽ ഓർമ്മയുള്ളത്, ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ട് ലെസ്ബിയൻ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 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 അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചത് അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ലിപ് ലോക്ക് മാത്രം, അത് മാത്രം ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ മാറി 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 വന്ന് എന്താ പറയണ്ട, ലാസ്റ്റ് ചേച്ചി കുറച്ചുകൂടി സീൻ വരും, കുറച്ചുകൂടി ഞാൻ പറയാം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അല്ല വേണ്ട ചേച്ചി വേണ്ട, ഞങ്ങള് ഇല്ല മെസ്സേജ് അയച്ചതാണല്ലേ, ഞങ്ങള് ഇത് ഇട്ടോളാം, ഡ്യൂപ്പിനെ വെച്ചോളാം. ഡ്യൂപ്പിനെ വെക്കണ്ട, ഒന്നും വെക്കണ്ട, ഞാൻ പറഞ്ഞ സീനിനപ്പുറം വേറെ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു 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 എനിക്ക് അപ്പോഴേക്കും ഞാൻ ഒരു ഗെറ്റ് ലോസ്റ്റും ഇട്ടിട്ട്
ബ്ലോക്ക് ചെയ്തു. അതാണ് റീസെന്റ് ചെയ്തത്. അതാണ് റീസെന്റ് ചെയ്ത ബ്ലോക്ക്. ഓക്കെ, അടുത്തത് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അതൊക്കെ പോകണ്ട, ലൈഫിൽ ഒരു തവണയെങ്കിലും പോകണ്ടേ? പോയിട്ടില്ല. സിനിമ വരുന്നതിനുണ്ടായിരുന്നു, പിന്നെ പോയായിരുന്നു. ഓക്കെ, വയറുവേദന എന്ന നുണ പറഞ്ഞിട്ടുണ്ടോ? ആ, എത്ര പ്രാവശ്യം. ടൗൺ പോലെ എപ്പോ എവിടെ? സ്കൂളിൽ ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. കോളേജിലും സ്കൂളിലും. മൂവിയിൽ കയറിയതിനു ശേഷം അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. ഒന്നോടെ ഓക്കെ, സ്വന്തം ബന്ധുക്കൾ മരിച്ചു എന്ന് എവിടെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടോ? അമ്മൂമ്മനെ അപ്പൂപ്പനെയൊക്കെ കൊറേ കൊന്നിട്ടുണ്ടെന്നൊക്കെ. കൊറേ കേട്ടോ. പണ്ടാണോ? കോളേജിലാ കൂടുതലും. കോളേജില് ഞങ്ങക്ക് 3 ദിവസം ആകെ ഫെസ്റ്റിവൽ ലീവ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ലീവും ഇല്ല. അപ്പൊ ഇടയ്ക്കൊന്ന് വീട്ടിൽ വരാൻ വേണ്ടിട്ട് ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ദൈവമായി കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. ഓക്കെ, റൂം അടിച്ചിരുന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? തുറന്നിട്ടിട്ട് ഡാൻസ് അടച്ചിടും. ഓക്കെ, ചിപ്സ് പോലെയുള്ള സ്നാക്സ് കണ്ട് വായിൽ വെള്ളം മുറിയിട്ടുണ്ടോ? ചിപ്സ് ഒന്നും അങ്ങനെ പൊതുവെ വലിയ ഇഷ്ടമില്ല. മധുരമാണോ എനിക്ക് ഇഷ്ടം? മധുരവും എനിക്ക് വലിയ ഇതില്ല. പിന്നെ എന്താ? ഫ്രഞ്ച് മന്തിയാണല്ലേ? അല്ലല്ല, ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല, അതെനിക്ക് ഭയങ്കര ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടാസ്ക്, കുണ്ടല പുരാണം മൂവിയെ പറ്റി ഒരു മിനിറ്റിൽ ഒരു പ്രസംഗം പറയണം. ഒരു മിനിറ്റിൽ ഒരു പ്രസംഗം. ലെറ്റർ വേണം. പുരാണം സന്തോഷ് പുതുക്കുന്ന ഡയറക്ടറാണിത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് അതിന്റെ ഷൂട്ട്. ശരിക്കും വെള്ളമില്ലാത്ത, നല്ല വേനൽക്കാലം വരുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അതിന്റെ ഷൂട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. കൂടുതലും അവിടെയുള്ള നാടകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചേച്ചിമാര് ഉണ്ടായിരുന്നു. ഞങ്ങള് പൊരിഞ്ഞ ചൂടത്ത് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ദ്രൻസേന ക്യാരവാൻ വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കും ക്യാരവാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ പൊരിഞ്ഞ് ചൂടത്ത് ഒരു രക്ഷയില്ല. പിന്നെ ആ ചേച്ചിമാരൊക്കെ അവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ, സ്ലാങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ ഡയലോഗെല്ലാം അങ്ങനെ അതിൽ തന്നെ എന്നോട് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയില്ല, പക്ഷെ ആ ഡയലോഗുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങൾ സാധാരണ കുടുംബത്തിലെ ആൾക്കാർ, ബാക്കിയുള്ള വീടുകളിലെ കിണറുകൾ വറ്റുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മാത്രം ഉറവ വറ്റാത്തൊരു കിണറുണ്ട്, വലിയൊരു കിണർ. അപ്പൊ ആ കിണർ അവിടെയാണ് എല്ലാവരുടെയും നനയും കുളിയും പിന്നെ വണ്ടി കഴുകുന്നതും എല്ലാം. അപ്പോൾ രാവിലെ ഒരു ബഹളമാണ് ആ കിണറും ചോട്ടില്. ഞാനും ഹസ്ബൻഡും മോളും മാത്രമുള്ളൊരു വീട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടുകാർ വന്ന് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകുന്ന വെച്ചാണ്. അപ്പം അതിന് കാതിൽ കമ്മലിടാൻ പറ്റത്തില്ല, കാതിങ്ങനെ പഴുക്കും എപ്പോഴും. അപ്പം അതിന് ഭയങ്കര ആഗ്രഹമാണ് കമ്മലിടുന്നത്. അപ്പം സ്കൂളിൽ ഓരോ പിള്ളേരിങ്ങനെ കമ്മലിട്ടിട്ട് വരുമ്പോൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ ചെറിയ 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 സംഭവങ്ങളൊക്കെ വെച്ച് അവസാനം ഒരു വലിയ സംഭവത്തിലേക്ക് പോകുന്നതാണ്. അതാണ് മൂവി. ഓക്കെ, ഡയലോഗ് മറന്നു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മറന്നു പോയിട്ടുണ്ട്. അങ്ങ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അത് എനിക്ക് നല്ല ഓർമ്മയുള്ളത് എൻ്റെ ഫസ്റ്റ് മൂവി കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയും നിഴലിലുമാണ്. അതിൽ കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിൽ ഞാൻ പറഞ്ഞ ശ്രദ്ധയോട് ഞാൻ പറയുന്ന, കാശ് കൊടുത്ത് അടി വാങ്ങിച്ച് വീട് വെക്കാൻ നിന്റെ കെട്ടിയവനോട് പറയടി എന്നുള്ള സാധനമാണ്. പക്ഷെ ഞാൻ ആ സാധനം കാശ് കൊടുത്ത് അടി വാങ്ങിച്ച് വീട് വെക്കാൻ ഡാ മാത്രം ഭയങ്കര ആ ഫ്ലോയിൽ തന്നെ കയ്യിൽ നിന്ന് പോയി. അതൊരു 7 ടേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അവസാനം ഈ ഇത് ടടാന്ന് ഇല്ല ഞാൻ പറയുന്നത്. അതുവരെ എനിക്ക് വരുമ്പോ എന്തെങ്കിലും വല്ല ദേഷ്യം കുറഞ്ഞു പോകും, അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഡയലോഗ് ഇങ്ങനെ തെറ്റിപ്പോയി. പിന്നെ ഡയറക്ടർ വന്നു, എനിക്ക് പറ്റും, എന്റെ സ്വന്തം കണ്ട് പേടിച്ചു പോയോ? അത് പേടിക്കൊന്നും വേണ്ട, എന്റെ ഫസ്റ്റ് അല്ലേ, ധൈര്യമായിട്ട് കൊണ്ട് പറഞ്ഞാൽ നമ്മൾ ദുബൈക്കാർ മോശമല്ലെന്നൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ചെന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കാശ് കൊടുത്ത് അടി വാങ്ങിച്ച ബടി കൊടുത്തു. പിന്നെ 8ാമത്തെ 9ാമത്തെ ടേക്കിന് അത് ശരിയായി. പിന്നെ തെറ്റിക്കുന്ന നിഴലില്ല. അതും ഇതുപോലെ തന്നെയാണ്. നിഴലില് തോട്ടപ്പള്ളി അഴിമുഖത്ത് പൊഴിമുറിഞ്ഞ് അടുത്തുള്ള കണ്ടങ്ങളിൽ വരെ വെള്ളമായിരുന്നു. ഞാൻ ഇങ്ങനെ കുഞ്ചാക്കപ്പോനോട് പറയുകയാണ്, ചാക്കോച്ചനോട്,
അപ്പം അതിന് മുന്നേ തന്നെ ചാക്കോച്ചനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചാക്കോച്ചനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ BCM കോളേജിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. മറ്റേ ആ സിനിമയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ ഭയങ്കര ഭ്രാന്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ 9ാം ക്ലാസ് പഠിക്കും, ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പുള്ളിക്കാരനെ കാണാൻ പോയത് കോളേജിൽ വന്നപ്പം. അപ്പൊ ഇങ്ങനെ വന്ന് പിന്നെ കാറയില് ലവ് യു എന്നൊക്കെ എഴുതി വെച്ചതും ഇതൊക്കെ ഞാൻ പുള്ളിക്കാരൻ വന്നിരുന്നപ്പോ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? ഈ ഒരു സാധനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ വലിയ ഡയലോഗുകൾ വരുന്നത്. എനിക്കതും ഞാൻ ഡയലോഗ് ഒന്നും പറഞ്ഞില്ലേ, ചാക്കോച്ചൻ ഫ്രണ്ടിൽ ആ ഒരു സാധനമായിരുന്നു. എന്നിട്ട് ഞാൻ മൊത്തം തെറ്റ തോട്ടപ്പള്ളി അഴിമുഖത്ത് പുഴി മുറിഞ്ഞ് അടുത്തുള്ള കണ്ടങ്ങളിൽ വരെ വെള്ളമായിരുന്നു. അതൊക്കെ തെറ്റിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ തോട്ടപ്പള്ളി അഴിമുഖത്ത് പുഴി മുറിഞ്ഞ് ഉടനെ പിന്നെ വിട്ടുപോയി. അപ്പം ചാക്കോച്ചൻ മുറിയും അങ്ങനെ കുറെ ടേക്ക് പോയി. നമുക്കപ്പോ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാം. വാട്ട്സ് ഇൻ യുവർ ഫോൺ സെഗ്മെന്റ് ആണ്. അപ്പൊ ചേച്ചി ഫോൺ എവിടെ? ഫോണുണ്ട്, റെഡിയാക്കി വെച്ചേക്കല്ലേ? അതെ. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ചേച്ചി ആരെയാണ് വിളിച്ചത്? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അല്ല, അങ്ങനെയല്ല, ചേച്ചിനെ വിളിച്ചതോ ചേച്ചി അങ്ങോട്ട് വിളിച്ചതോ ആരാവാ? ലാസ്റ്റ് ഇപ്പൊ വിളിച്ചത് എന്റെ അമ്മയാണ് ലാസ്റ്റ് വിളിച്ചത്. ഓക്കെ, ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ഞാൻ ചെയ്തതാ? അല്ല, ചേച്ചി ചെയ്തതല്ല, ചേച്ചിയുടെ അടുത്ത് ഇങ്ങോട്ട് അയച്ചതോ? എന്റെ കെട്ടിയവൻ, ഹസ്ബൻഡ്. എല്ലാം ഓക്കെ അല്ലേ? കൊറേ ലവ് ഒക്കെ കണ്ടല്ലോ. അത് ഇടക്കിടക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കര സ്നേഹം. അല്ല, ഇടയ്ക്ക് ഭയങ്കര ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് അത് കാണാം. എപ്പോഴും സ്നേഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് വാച്ച്ഡ് വീഡിയോ ഇൻ യൂട്യൂബ്? കൊണ്ടല്ലോ ടീസർ. ഓക്കെ, ലാസ്റ്റ് എമൗണ്ട് ഇൻ GPay? അല്ല, ലാസ്റ്റ് ചേച്ചി അയച്ച GPayൽ എമൗണ്ട്? ലാസ്റ്റ് അയച്ചതോ? ട്രാൻസാക്ഷൻ ഇപ്പൊ പറയാവേ. ചേച്ചി അയച്ചത് മതി കേട്ടോ. ഞാൻ അയച്ച 400 രൂപ എന്റെ മോന്. ആണോ? ഫുഡ് കഴിച്ചോടാന്നൊക്കെ. ഇന്ന് രാവിലെ അയച്ചതാ. ഓക്കെ, ലാസ്റ്റ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടാറുള്ള ആളാണോ വാട്സ്ആപ്പിൽ? ഇല്ല. ഓക്കെ, എന്നാ ലാസ്റ്റ് ഇട്ടത്? ഇടാറേ ഇല്ല? ഇല്ല, വളരെ റയർ. ഏത് കാലത്താന്ന് പോലും ഞാൻ മറന്നുപോയി. ഓക്കെ, ലാസ്റ്റ് സെർച്ച് ഇൻ ഗൂഗിളിലോ? ഗൂഗിളിൽ ഞാൻ എന്തോ സെർച്ച് ചെയ്ത്, മിർസാപൂർ സീസൺ 3 റിലീസ് ഡേറ്റ്. അതെന്താ? പുതിയ മൂവി? ആന്ധ്രാപ്രദേശ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. എന്താന്നറിയോ? രമ്യ സുരേഷ്. പക്ഷെ അതിനകത്ത് കോസ്റ്റ്യൂം ഡിസൈനർ, ആക്ട്രസ് എന്നൊക്കെയാ. പൊട്ടത്തേറ്റ്. കോസ്റ്റ്യൂം ഡിസൈനർ അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചിയുടെ വേറെ ഇന്റർവ്യൂസ് കണ്ടപ്പം അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. എനിക്ക് വേണ്ടി മാത്രം. എന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ്? അത് നമ്മുടെ ആർക്കാ? രജനികാന്തിന്റെ പടത്തിന്റെ അങ്ങേർക്ക്, ഭൂപതി. പൈസ തന്നിട്ടില്ലെന്ന്. പൈസ അയക്കണോ? ഓക്കെ, നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലോട്ട്. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 6 ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിലോട്ടായി. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 ചേച്ചിനെ വിളിച്ച ചേച്ചി പോവും? ഇല്ല. എന്താ? എനിക്ക് വയ്യ. ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അത്രയൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. കാണാറുണ്ടോ ബിഗ് ബോസ്? ഇല്ലില്ല, വളരെ ഒന്ന് എങ്ങനെ മാറിപ്പോകുമ്പോ കാണുന്നേ ഉള്ളു. എനിക്ക് അത്ര സഹിക്കാനുള്ളൊരു ശേഷിയില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക്. അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കരഞ്ഞു കൂവി പെറുക്കി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നാലും ആരെങ്കിലും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടം എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല. അതായത് ഏതോ ഒരു ഇതിലെ റിയാസ് ഒക്കെ ഉള്ള ഒരു, അത് 2 വർഷം മുമ്പ് സീസൺ 4. ആ കൊച്ചിനെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്രാവശ്യം ആരാ കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞോ? ജിൻഡോ, ജാസ്മിൻ, അർജുൻ, ശ്രീതു, പിന്നെ ആരാ? അഭിഷേക്, 5 പേര്. ഋഷി ഇല്ല. ഇതിനകത്തില് അർജുൻ എന്ന് പറഞ്ഞില്ലേ, മോഡൽ, കാണാൻ കുറച്ച് കൊള്ളാം. അല്ലാതെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ എപ്പിസോഡുകൾ കാണാറില്ല. ഓക്കെ, ഇനിയിപ്പൊ ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ ഒരു മൂവിയില് ഒരു നായിക റോള് വരികയാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ ചേച്ചി ചെയ്യും? പിന്നെ ചെയ്യും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ പക്ഷെ കൂടെ ഫുൾ കോമഡി ആയിരിക്കും. ഞാൻ പേഴ്സണലി ഭയങ്കര റൊമാൻറ്റിക് ആണ്, പക്ഷെ എനിക്കത് ക്യാമറയിൽ വരുമ്പോ അത് ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ. മിക്കവാറും ഞാൻ എന്താ പറയാ ഭയങ്കര സീരിയസ് ആയി പോ അല്ലെ കോമഡി ആയി പോ. അല്ല, അങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ കൂടെ ആരായിരിക്കണം എന്ന് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ദുൽഖർ ആയിക്കോട്ടെ. ദുൽഖർ. ദുൽഖറിന്റെ കൂടെ ഫസ്റ്റ് ടൈം ചെയ്തിട്ടില്ല. ഓക്കെ, ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാനാണ് അപ്പം ആഗ്രഹം. റൊമാൻറ്റിക് ചെയ്യാം. ഫഹദും കൊള്ളാം, പക്ഷെ റൊമാൻസ് വരുമോ? എനിക്ക് കണ്ണി നോക്കാൻ മോനാന്നൊക്കെ. പോടുന്നു. ഓക്കെ, പടവെട്ട് മൂവി ചേച്ചി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള മൂവിയാണ്. ചേച്ചി പറഞ്ഞു ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ടാനായി, പശുവിനെ വാങ്ങി കറക്കാൻ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇപ്പൊ കുറച്ച് നാളായല്ലോ അത് കഴിഞ്ഞിട്ട്. അപ്പൊ ചേച്ചി അതിനെ പറ്റി ഇപ്പൊ ഓർക്കുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഒരുപാട് അഡ്വെഞ്ചറസ് ആയിട്ട് ഒരു ക്ലൈമാക്സ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോ അതിനെപ്പറ്റി ഇപ്പൊ ഓർക്കുമ്പോ എന്താ തോന്നുന്നത്? അത് ശരിക്കും ഞാൻ ഫൈറ്റ് ഒക്കെ ഞാൻ ചോദിച്ചു മേടിച്ചതാ. ആണോ? ഞാനപ്പം ലിജു കൃഷ്ണ എന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ എപ്പോഴും പറയാം എന്നെ ഫൈറ്റിലിടണേ എന്ന് പറയാം. പുഷ്പേനെ അടുത്തതാണ്ട് അവിടെ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ വെള്ളത്തിൽ മുക്കി പൊക്കുവാന്ന് പറഞ്ഞു. പ്ലീസ് എന്നെ അതിനകത്ത് ഇടണം. പക്ഷെ പിന്നെ ഫൈറ്റ് മാസ്റ്ററോണ്ടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും ഇല്ല, നിങ്ങൾ ഇല്ല അങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ അവരെ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോ എന്നെയും കൂടെ ഫൈറ്റിലിടാന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിച്ച അതെ അതെ. അതിൽ ആ നോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവിനെ ഇടിക്കാൻ വരുമ്പോ പിന്നെ ഞാൻ അകത്തോട്ട് ചെന്ന് ആ തൂമ്പ എടുത്തോണ്ട് വന്ന് അയാളെ അടിച്ച് 14 തൂമ്പ ഞാൻ ഓടിച്ചു. ആ ഷോട്ട് മീൻസ് അത്. അപ്പൊ അയാൾ പറഞ്ഞു ഇത് ചേച്ചി പതുക്കെ അടിക്കാൻ എനിക്ക് വേദന എടുക്കുന്നു. അപ്പൊ അവിടെ എല്ലാം നല്ലത് കൊടുത്തോ. ഞാൻ ശരിക്കും കൊടുത്ത്. അതെനിക്ക് ഭയങ്കര. അതുപോലെ പിന്നെ ഡയലോഗ് പറയുന്നത് ഇതുണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ പറയും, പുഷ്പ പോരാ എനർജി പോരാ, എനിക്ക് പോരട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ അവസാനം ഇവിടുത്തെ ഞരമ്പൊക്കെ അതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. അതിങ്ങനെ തെളിയുന്ന വരെ എന്നെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സൈഡിൽ നിന്ന് ലിജു ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു, മോനാണ് നിങ്ങളുടെ പറമ്പിൽ കയറി ഇത് കളിക്കുവാണ് സമ്മതിക്കരുത് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പോ നമ്മളങ്ങനെ അങ്ങനെ. ഓക്കെ, അപ്പം ചേച്ചി ഇത്രയും ടൈം നമ്മുടെ ഇപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിയുടെ മൂവീസ് ഒക്കെ നമുക്ക് പല ഒരുപാട് വേഷങ്ങൾ ചേച്ചിനെ കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ചിരിച്ച് പിന്നെ ഇവര് പറഞ്ഞുകൊണ്ട് മാത്രമേ അത് കുഴപ്പമില്ല, കുറച്ച് പേടിച്ചു വന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും പോയി കുണ്ടലപുരാണ സിനിമ തിയേറ്ററിൽ പോയി കാണണം, നല്ല സിനിമയാണ്. ജൂൺ 28 അല്ലേ? ജൂൺ 28. ഞാൻ ഈ പെണ്ണാണ് നായിക, ഇത് എന്തിനു എന്നെ നോക്കണ്ട ഇന്ദ്രൻ ചേർന്നുണ്ട്. എല്ലാവരും പോയി കാണണം.